ശില്പ മലയാള സിനിമകളിൽ നമ്മൾ ഈ കാലം മാറി സിനിമ മാറി എന്നൊക്കെ നമ്മൾ മുൻപ് സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ മാറിയ സമയത്ത് നമ്മൾ മുൻപ് ഈ വേഷം സിനിമ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഇറയിൽ ഇറങ്ങിയ സിനിമകളിലെല്ലാം സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൊരു ഉപഭോഗ വസ്തു, അല്ലെങ്കിൽ ഈ പുരുഷൻ വന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കരയാനുള്ള ഒരാൾ. ഒരു സിനിമയിൽ മോഹൻലാൽ പറയണ്ടല്ലോ, എന്താണ് പാതിരാക്ക് കയറി ഒന്ന് കാല് മടക്കി തൊഴിക്കാൻ, അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ പെറ്റിടാൻ. ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് തന്നെയായിരുന്നു ആ സമയത്തെ സ്ത്രീകൾ, അല്ലെങ്കിൽ പ്രണയിക്കാൻ വേണ്ടിയുള്ള ഒരു റോൾ അഭിനയിക്കാനുള്ള ഒരാൾ. അത്രയൊക്കെ ഉണ്ടായിരുന്നു സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം കാലം മാറിയപ്പോൾ, സിനിമ മാറിയപ്പോൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഞാൻ മുൻപ് പറഞ്ഞ ആ പ്രവണത ഇപ്പോഴും സിനിമകളിൽ നിലനിൽക്കുന്നു. നമ്മൾ മലയാള സിനിമയെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചാണ് പറയണേ. മലയാള സിനിമയിൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ മാർക്കോ സിനിമയിൽ പോലും നമുക്ക് കാണാൻ പറ്റും. അതിൽ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുകുന്ദന്റെ കാമുകിയായി വന്നിരിക്കുന്ന പെൺകുട്ടിയാണ്, കല്യാണം കഴിക്കാൻ റെഡിയായ ആ ഒരു പെൺകുട്ടിയാണെങ്കിലും അതിനകത്തുള്ള ബാക്കി സ്ത്രീകളാണെങ്കിലും ഒക്കെ ഒരു ഇങ്ങനെയാണ്. അതായത് മെയിൽ ആക്ടേഴ്സ് ഇങ്ങനെയും ഫീമെയിൽ ആക്ടേഴ്സ് അതിനൊരു ഒരു കൈൻഡ് ഓഫ് ഒരു സബ്മിസീവ് ആയിട്ടുള്ള റോളുകളാണ് അവരൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി അനുഭവം പറഞ്ഞ പോലെ പണ്ട് കാലത്ത് ഈ പ്രവണത കുറച്ച് കൂടുതലാണെങ്കിലും ഇന്നത്തെ കാലത്തേക്ക് അത് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ പോയിന്റ് തന്നെയാണ്. പക്ഷെ മാർക്കോയിനെ സംബന്ധിച്ച് മാർക്കോ എന്ന് പറയുന്നത് എല്ലാ സിനിമകളിലും സ്ത്രീകൾക്ക് ഈക്വൽ പ്രാതിനിധ്യം കൊടുക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കില്ല. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ കഥയാണ്. ആ കഥയിൽ ഉണ്ടാകുന്ന ഓരോ ക്യാരക്ടേഴ്സും ഉണ്ട്. ഇപ്പൊ മാർക്കോയിൽ കാണുന്ന ഉണ്ണിമുകുന്ദന്റെ കാമുകിയായി അഭിനയിച്ച കുട്ടിയുടെ സ്വഭാവമുള്ള ശരിക്കുള്ള ക്യാരക്ടറാണത്. സോ ആ ക്യാരക്ടറിനെ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ വന്നൊരു വലിയ മാറ്റമായിട്ട് മാർക്കോനെ കുറിച്ചിട്ടല്ല, പൊതുവെ സിനിമകളിൽ വന്ന മാറ്റമായിട്ട് എനിക്ക് തോന്നിയിരുന്നത്, പണ്ട് എല്ലാ സിനിമകളിലും ഒരു ടൈപ്പോ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കലായിട്ടുണ്ടായിരുന്ന സാധനമാണ് എല്ലാ ഒരു പ്രണയരംഗം ഉണ്ടാകണം, അതിലൊരു കാമുകി ഉണ്ടാകണം, കാമുകി സങ്കടപ്പെടുന്നത്, കാമുകിയുടെ ആ ഒരു സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡാൻസ്, കാമുകന്മാര് കൂടി പൂക്കളുടെ ഇടയിൽ കൂടെ ഓടിച്ചാടി കളിക്കുന്ന ഒരു ഡാൻസ്, ആ സാധനങ്ങൾക്ക് ടിപ്പിക്കലായിട്ട് നിർബന്ധമായിരുന്നു മലയാള സിനിമകളിൽ. പക്ഷെ അതൊക്കെ മാറി. സ്ത്രീകൾ ഇപ്പൊ സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകൾ വരാൻ തുടങ്ങി, എന്നുവെച്ചാൽ സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉള്ള സിനിമകൾ വരാൻ തുടങ്ങി. അപ്പൊ നമുക്ക് എല്ലാ സിനിമകളിലും സ്ത്രീകളെ സ്ട്രോങ് ആയി കാണിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇടയിലുള്ള സ്ത്രീകൾ എല്ലാവരും സ്ട്രോങ് അല്ല, സ്ട്രോങ് അല്ലാത്തവർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത്. സോ ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഡെപിക്ട് ചെയ്ത് പോകണം എന്നുള്ളതാണ്. കാരണം കഥ എഴുതുന്ന ആളെപ്പോഴും ഓക്കെ ഇവിടെ സ്ത്രീക്ക് ഈക്വാലിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ് എല്ലായിടത്തും സ്ത്രീകൾ ഇപ്പൊ എത്രയോ സിനിമകളിൽ പുരുഷന്മാരുടെ സ്വഭാവങ്ങൾ ഈക്വൽ അല്ലാതെ കാണിക്കുന്നുണ്ട് ഇല്ലേ? പാവപ്പെട്ടവരായി, ഒന്നും മിണ്ടാത്തവരായി, ഭാര്യമാരുടെ പിന്നാലെ നടക്കുന്ന ഭർത്താക്കന്മാരായി, ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സും മലയാള സിനിമകളിലുണ്ട്. അതുകൊണ്ട് എല്ലാ സിനിമകളിലും ഒരേപോലെ സ്ത്രീകൾക്ക് പ്രാധാന്യം എടുക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ സ്ത്രീ പ്രാതിനിധ്യമുള്ള സിനിമകൾ സ്ത്രീകളെ വെറുതെ ഒരു ഭംഗിക്ക് വെക്കുന്ന വസ്തു എന്നതിലുപരി അവരുടെ അഭിനയത്തെ പുറത്തു കൊണ്ടുവരാൻ ഒരുപാട് സംവിധായകർക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ഒരുപാട് ക്യാരക്ടേഴ്സിന് ലൈഫ് നൽകുന്ന രീതിയിൽ സ്ത്രീകൾ അഭിനയിക്കാൻ തുടങ്ങി എന്നുള്ളത് വലിയൊരു പോയിന്റ് ആണ്. കാരണം പണ്ട് കാലത്ത് എന്താ പറയാ, നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി ആ സിനിമയിലുണ്ടെങ്കിൽ പോസ്റ്ററുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് എന്താ പറയാ, അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാന്തമായിട്ടാണ് സ്ത്രീകളെ ഉപയോഗിച്ചത്. ഇപ്പൊ നമ്മൾ സിൽക്ക് സ്മിതയെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അന്നത്തെ കാലത്ത് സിൽക്ക് സ്മിതയുടെ ഡാൻസ് സിനിമകളിൽ വെച്ചിരുന്നത്? ആളുകളെ ആകർഷിക്കാനാണ്, ആ സിനിമ കാണാൻ ടിക്കറ്റ് എടുപ്പിക്കാനാണ്, അല്ലാതെ ആ ക്യാരക്ടറിന് പ്രാതിനിധ്യം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ വെച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഒരുപാട് സ്ത്രീകൾ സ്ട്രോങ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സിനിമകൾ നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങി. സ്ത്രീകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കഥകൾ പറയാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ ഒരു വലിയ മാറ്റങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അനുഭവം പറഞ്ഞ പോലെ ഇന്നും ഒരുപാട് സ്ഥലങ്ങളിൽ ലാക്ക് ചെയ്യുന്നുണ്ടത്. ഈ അടുത്തിടയ്ക്ക് ഞങ്ങളൊരു പോസ്റ്റ് ഉണ്ട്, അമരൻ എന്ന് പറയുന്ന സിനിമ, തമിഴ് സിനിമയാണ് തോന്നുന്നു. ശിവകാർത്തികേയനും സായി പല്ലവിയുമാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ആ സിനിമയുടെ പ്രൊമോഷൻ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടു. സായി പല്ലവി മലയാളത്തിൽ വരെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സിനിമയുടെ ഭാഗമായിട്ട്. വളരെ നല്ല രീതിയിൽ പോയ അതില് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് ആ സിനിമയുടെ ഇന്റർവ്യൂകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത് ഈ അമരൻ എന്ന് പറയുന്ന സിനിമയിൽ ശിവകാർത്തികേയൻ ചെയ്ത ക്യാരക്ടറിന്റെ ഒറിജിനൽ ക്യാരക്ടറിന്റെ ഭാര്യ ആ ഇന്റർവ്യൂകളിൽ ഒരുപാട് ഇന്റർവ്യൂകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് നമ്മൾ കണ്ടു. അദ്ദേഹം അവര് എത്ര സ്ട്രോങ് ആയിട്ടാണ് ആ ഒരാളുടെ മരണത്തെ, സ്വന്തം ഭർത്താവിന്റെ എത്രയോ വർഷങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്, എന്നിട്ടും അവരുടെ മരണത്തെ എത്ര ധൈര്യപൂർവ്വമാണ് നേരിട്ടത്, പിന്നെ എങ്ങനെയാണ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തത്,
അങ്ങനെ ഒരു സ്ട്രോങ് ഫീമെയിലിനെ ഡെപ്പിക്ട് ചെയ്യുന്ന റോളാണ് സായി പല്ലവി ആ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ഇന്നും അവർ ജീവിച്ചിരിക്കുന്നത് അതിനൊരു ഡിറ്റോ പോലെയാണ് സായി പല്ലവി അതിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് പേർ പറഞ്ഞ സിനിമയാണ്. പക്ഷെ ആ സിനിമ വിജയിച്ചു, നല്ല വിജയങ്ങൾ നേടി, തിയേറ്ററുകളിലേക്ക് ഒരുപാട് ഓടി. പക്ഷെ അതിന്റെ സക്സസ് പോസ്റ്ററിൽ സായി പല്ലവി നമുക്ക് കാണാൻ സാധിക്കില്ല. സക്സസ് പോസ്റ്ററിൽ ശിവകാർത്തികേയൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, പൊതുവെ ഞാൻ ഒരുപാട് പോസ്റ്റുകൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കണ്ടു, അതിലെല്ലാം വന്ന ചോദ്യമാണ് സായി പല്ലവി എവിടെ പോയി? കാരണം ആ സിനിമയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ഏറ്റവും വലിയ മെസ്സേജ് നൽകുന്ന ക്യാരക്ടറാണ് സായി പല്ലവിയുടേത്. അതും ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളെയാണ് സായി പല്ലവി അതിൽ അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. അതും വളരെ നല്ല രീതിയിൽ. അല്ലെങ്കിൽ ഒരു സോൾജിയർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ വൈഫിനുണ്ടാവുന്ന പ്രശ്നങ്ങളെയും അതിനെ എങ്ങനെ നേരിടാം എന്നുള്ള രീതിയും സായി പല്ലവി ആ സിനിമയിൽ കാണിച്ചു വെക്കുന്നുണ്ട്. സോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആ സിനിമയുടെ ബേസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ എന്തുകൊണ്ട് അതിന് സക്സസ് പോസ്റ്ററിൽ സായി പല്ലവി ഇല്ല? അങ്ങനത്തെ ഇനീക്വാലിറ്റി എന്താ പറയുക സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളിടത്ത് തന്നെയാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഈ സ്ത്രീകളുടെ ഇക്വാലിറ്റിയെ കുറിച്ച് എന്നുള്ളതിലുപരിയായിട്ട് ഈ സ്ത്രീകളുടെ വിഷയങ്ങൾ സംസാരിക്കുന്ന സിനിമകൾ കുറവായിരുന്നു. അല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെ ഈ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചാലേ പോർട്രേ ചെയ്ത സിനിമകൾ കുറവായിരുന്നു. ഇപ്പൊ ഉള്ളൊഴുക്ക്, ക്രിസ്റ്റോ ടോമി ചെയ്ത ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഉർവശിയും പാർവതിയും അവരുടെ രണ്ടുപേരുടെയും ജീവിതം, ആ ജീവിതത്തിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അവരതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവസാനം ആ സിനിമ അവർ രണ്ടുപേരും തന്നെ എങ്ങനെ പര്യവസാനിപ്പിക്കുന്നു, അവരുടെ ആ ഒരു പ്രശ്നങ്ങളെ എങ്ങനെ പര്യവസാനിപ്പിച്ച് അവർ ഇരുവരും കൈകോർത്ത് എങ്ങനെ പുതിയൊരു ജീവിതം അവർ ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മളെല്ലാവരും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്തരം ജീവിതങ്ങൾ നമുക്ക് അറിയാമായിരിക്കാം, കണ്ടിട്ടുണ്ടാവാം. അതെ. പക്ഷെ അതൊരു സിനിമയാക്കി കാണിക്കാൻ പലരും ധൈര്യപ്പെട്ടിരുന്നില്ല. അല്ലെങ്കിൽ ധൈര്യപ്പെടുക എന്നുള്ളതിനപ്പുറത്തേക്ക് സ്ത്രീകൾ എന്നും ഭയങ്കരമായ സ്ത്രൈണതയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഷെയ്ഡ് കൊടുത്തില്ല എങ്കിൽ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയൊക്കെയായിരുന്നു ഒരു പരിധി വരെ സംവിധായകരും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സിനിമ നിർമ്മിക്കുന്ന ആളുകളും ഒക്കെ ചിന്തിച്ചിരുന്നു, നടന്മാരും അടക്കം. ഏതോ ഒരാളുടെ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിരുന്നു, അതായത് എന്താ പറയാ, ആ സിനിമയിൽ ഒരു നടീനെ അഭിനയിക്കാൻ വിളിച്ച സമയത്ത് അവർ പറഞ്ഞു എനിക്ക് ആ നായകനെ എവിടേക്കാണോ അവർക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്, മീൻസ് അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണോ കൊടുത്തത് അതൊക്കെ തന്നെ എനിക്കും തരണം എന്ന് പറഞ്ഞപ്പോൾ നായകൻ മുൻകൈ എടുത്ത് പറഞ്ഞു അത് പറ്റില്ല, അവർ നായികയാണ്, അവർ കഥയിലാണെങ്കിലും എൻ്റെ ഭാര്യയോ എൻ്റെ പെങ്ങളോ ആയിട്ട് വരുന്ന ഒരാളാണ്, അപ്പോൾ അവർക്ക് അതേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു ഹൈറാർക്കി സിനിമയിൽ നിലനിന്നിരുന്നു എന്നുള്ളത് ഭയങ്കര സാഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നു. സിനിമ എന്താ പറയുക സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പോർട്രേ ചെയ്യാൻ തുടങ്ങി, അവരതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ തുടങ്ങി. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക സ്ത്രീകൾക്ക് കുറച്ചും കൂടെയൊക്കെ ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു സിനിമകളിൽ എന്നുള്ളതാണ്. ഇപ്പോൾ ശില്പ പറഞ്ഞ ആ പോയിന്റ് കറക്റ്റാണ്, ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. അതായത് സിനിമകളിൽ സ്ത്രീകൾ വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ മലയാള സിനിമകൾ എടുത്ത് നോക്കാം, മഞ്ഞുമൽ ബോയ്സ്, എത്ര സ്ത്രീകളുണ്ട് ആ സിനിമയിൽ? അമ്മ കഥാപാത്രമായി അഭിനയിച്ച ഏതൊരു സ്ത്രീ ഒഴികെ. അതേപോലെ ആവേശം സിനിമയിലും ആവേശത്തിലില്ല ഒരു അമ്മ, ബിബിമോന്റെ അമ്മ അല്ല, ബിബിമോന്റെ അമ്മയും പിന്നെ ഇവര് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വിളിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്ത അവരും അവിടെ ഒന്നും സ്ത്രീ പ്രാതിനിധ്യങ്ങളില്ല. കാരണം ആ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല, കഥ അതല്ല. അപ്പൊ നമ്മളത് അണ്ടർസ്റ്റുഡ് ആണ്. ഇപ്പൊ നമ്മള് ബിബിമോന്റെ അമ്മയെ പറയുമ്പോ ആ സിനിമയിൽ ചെറിയൊരു റോളാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയ ഒരു റോളാണ്. മോൻ ഹാപ്പി അല്ലേ, നമ്മളിപ്പോ എല്ലാരും ചോദിക്കാൻ തുടങ്ങിയ ഒറ്റ ഡയലോഗ്. അപ്പൊ റോളുകളുടെ ഡിപ്പെൻഡൻസിയിലല്ല, അത് എത്രത്തോളം ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാനുള്ളത്. വേണ്ടാതെ അവരെ കുത്തി നിറയ്ക്കുന്നതിലും സീരിയസ്ലി. കാരണം എന്തിനാണ് അനാവശ്യമായ ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ ഇടയിൽ കൊണ്ടേ വെക്കുന്നത്? സ്ത്രീ വേണമെന്ന് നിർബന്ധങ്ങളില്ല. ശില്പ പറഞ്ഞ ആ ഒരു സാധനം കറക്റ്റ് ആയിട്ട് ആളുകൾ അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് മുൻപ് ഏത് സിനിമ എടുത്തു നോക്കിയാലും അതിലൊരു പ്രണയവും അല്ലെങ്കിൽ ഒന്നിയ പ്രണയ നരേശവോ അല്ലെങ്കിൽ അതൊരു വിവാഹത്തിലേക്ക് എത്തും, എന്തായാലും അതിലൊരു പ്രണയം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ആ പ്രണയം കാണിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ അവിടെ വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ അതല്ല. ഇപ്പൊ ആവേശം സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രണയം കാണിക്കേണ്ട ആവശ്യകത ഇല്ല. അതല്ല ആ കഥയും ആ കഥാപാത്രത്തിന്റെ ജീവിതം അതല്ല. ആ സിനിമയിൽ 2 മണിക്കൂറോളം നമ്മൾ കാണേണ്ട കഥ അതല്ല. അതുകൊണ്ട് അതിന് ആ ഒരു രീതിയിൽ കാണിക്കുക ഒരു പെണ്ണിനെ നിർത്തിയില്ല. അതേപോലെ മഞ്ഞുമ്മൽ ബോയ്സിലാണെങ്കിലും അതിന് ആവശ്യകത ഇല്ല, കഥ അത് ഡിമാൻഡ് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടറിനെ അവർ ആ സമയത്ത് വന്ന മറ്റൊരു ചർച്ചയാണ് സ്ത്രീകൾ വേണ്ട ഇനി സിനിമയ്ക്ക്, സ്ത്രീകളില്ലെങ്കിലും സിനിമ.
അത് നല്ലതല്ലേ? സ്ത്രീകൾ എന്താണ് കാഴ്ച വസ്തുക്കളോ നിങ്ങളുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള വസ്തുക്കളോ അല്ല സ്ത്രീകൾ. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ സിനിമകൾ വരണം എന്നുള്ളതാണ്. സ്ത്രീ സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ, സൂക്ഷ്മദർശിനി ഇറങ്ങുന്നുണ്ട്, ഉള്ളൊഴുക്ക് ഇറങ്ങി വന്നു, അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊക്കെ പറയുന്നത് ഇതിനൊരു ബ്രേക്ക് ത്രൂ ആയ സിനിമകളിലൊന്നാണ്. റവല്യൂഷണറി സിനിമയാണത്. കാരണം ആരുടെ ഒരാളുടെ കമന്റ് ഞാൻ വായിച്ചു, കമന്റ് ആണോ പോസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു സിനിമ കാരണം ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ കൊമ്പ് മുളച്ചു. ആരെങ്കിലും ഒരാൾ വാ തുറന്നു കഴിഞ്ഞാൽ അതിനെ ആ രീതിയിൽ പോർട്രേ ചെയ്യുന്ന ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. സോ ഇത്തരത്തിലുള്ള സിനിമകൾ വരുന്നതും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്നതും ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ്.